പത്മ. ലളിതാ സഹസ്രനാമം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം. വരികൾ എല്ലാവർക്കും അറിയാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീന വക്ഷോരുഹാം. സിന്ദൂര എന്നാണ് ആദ്യത്തെ വാക്ക്. ശിവപുരാണത്തിൽ കുമാരവിജയത്തിൽ ഇങ്ങനൊരു വരിയുണ്ട്, കരുണാ സിന്ദൂര, അതായത് ഓഷ്യൻ ഓഫ് മേഴ്സി. നമ്മളിവിടെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ധ്യാനം സിന്ദൂര എന്നുള്ളൊരു വാക്കാണ്. പിന്നെ സിന്ദൂരം, നമ്മൾ പറയുന്ന സിന്ദൂരം, അങ്ങനെയും ഒരർത്ഥം. അരുണ, അരുണ എന്നാൽ സൂര്യദേവന്റെ 7 കുതിരകളെയും പൂട്ടി വരുന്ന തേരാളി എന്നുള്ളതാണ്. അതായത് പ്രാതസന്ധ്യാകാലത്തിന്റെ നിറം, അങ്ങനെയുള്ള നിറത്തിൽ ശോഭിക്കുന്ന അമ്മ അല്ലേ. വിഗ്രഹാം, ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഇവിടെ സഹസ്രനാമത്തിൽ എന്താണ് അർത്ഥം? വിഗ്രഹാം. വിഗ്രഹം എന്നാൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ എന്നാണ്. അതായത് വികസിപ്പിക്കുക, എന്തോ ഒരു കാര്യം വികസിപ്പിക്കുന്നതിൻ്റെ രൂപമായിട്ടാണ് വിഗ്രഹത്തിനെ പറയപ്പെടുന്നത്. ഇവിടെ എന്താണത്? അമ്മ തന്നെയാണ്, അമ്മയുടെ ശക്തി തന്നെയാണ്. അപ്പോൾ സിന്ദൂര അരുണ വിഗ്രഹാം ത്രിനയനാം. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ത്രിനയനം, അതായത് തൃക്കണ്ണ് എന്ന് പറയുന്നത്. ത്രിപുരങ്ങളാകാം, സത്വ രജോ തമോ ഗുണങ്ങളാകാം, ത്രിമൂർത്തികളാകാം. ത്രിനയനാം. മാണിക്യമൗലി, മാണിക്യമെന്നാൽ നവരത്നങ്ങളിൽ ഒന്നാണ്. ഭുക്തിയിലേക്കും മുക്തിയിലേക്കും നമ്മളെ നയിക്കുക എന്നുള്ളതാണ് അമ്മ ചെയ്യുന്നത്. മാണിക്യമൗലി. മൗലി എന്നാൽ ശിരോഭൂഷണം എന്നുള്ളതാണ് അർത്ഥം. ഹയസ്റ്റ് പോയിന്റ്, ശക്തിയാണ്. അങ്ങനെയും ഒരർത്ഥം ഇവിടെയുണ്ട്. ഫെമിനിൻ എനർജിയുടെ ലൈഫ് സൈക്കിൾ. സ്ഫുരത്താരാനായക ശേഖരാം. സ്ഫുരണം എന്നാൽ റേഡിയന്റ് എനർജി ഉണ്ട്, ഒരു മൂവ്മെന്റ് ഉണ്ടാകും, ഒരു മാനിഫെസ്റ്റിംഗ് ഉണ്ടാകും. അതാണ് സ്ഫുരത്, സ്ഫുരണം എന്നാൽ അർത്ഥം. താരാനായക ശേഖരാം. താര എന്നാൽ നക്ഷത്രമാണ് എന്ന് നമുക്കറിയാം. താരാനായക ശേഖരൻ എന്നാൽ സൂര്യദേവനെയും കൂടെയാണ് പറയുന്നത്. താരങ്ങളുടെ രാജാവാരാണ്? സൂര്യദേവനാണ്. സ്മിതമുഖീം ആണ്. സ്മിതം എന്നാൽ എന്താണ്? സ്ലൈറ്റ് സ്മൈൽ എന്നുള്ളൊരർത്ഥം, ബ്ലൂമിങ് എന്നുള്ളൊരർത്ഥം, പൂക്കുക. സിദ്ധി എന്നുള്ളൊരർത്ഥമുണ്ട് സ്മിതത്തിന്. അപ്പോൾ അമ്മ നമ്മളെ മുഖി എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത്? സിദ്ധിയിലേക്കാണ്. മുഖി എന്നാൽ ഹാവിങ് എ ഫേസ് എന്നാണ്. നമ്മൾ അന്തർമുഖി എന്ന് പറഞ്ഞാൽ എവിടെയാണ് മുഖമുള്ളത്? അകത്ത് മുഖമുണ്ട് എന്നുള്ളതല്ല, ഉള്ളിലോട്ട് മുഖം ഉള്ളത് എന്നാണ്. ആപീന വക്ഷോരുഹാം. ആപീന എന്നാൽ ലാർജ് റൗണ്ട് അപ്രേസ്ഡ് ബ്രസ്റ്റ് എന്നാണ്. വളരെ വളരെ കൃത്യമായ ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ അമ്മ നമ്മളെ കാമ എന്നുള്ള ഇച്ഛയെ നേരിട്ട് ടച്ച് ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞ കരുണയുടെ കടൽ, ഇതൊരിക്കലും ഒരു ശരീര മാംസപിണ്ഡമത്തെ അല്ല പറയുന്നത്, ബ്രസ്റ്റ് എന്ന്. വക്ഷോരുഹാം. വക്ഷസ് എന്നാൽ ചെസ്റ്റ് എന്നാണ്. രുഹ എന്നാൽ വിച്ച് ഗ്രോസ്, എന്തോ വളരുന്നു എന്നുള്ളതാണ്. അപ്പം എന്താണ് വളരുന്നത്? നമ്മളെ കാണിച്ചു തരാൻ, നമ്മെ നോക്കാൻ പറയുകയാണ്. എങ്ങോട്ടേക്ക്? വക്ഷോരുഹാം, നീ നോക്ക്, ഇത് കാമത്തിനായുള്ളതല്ല, കരുണയ്ക്കായിട്ടുള്ളതാണ്. എൻ്റെ പാരായണ രീതികളിൽ, ഉപാസനയിൽ, സാധനയിൽ കിട്ടുന്ന ദർശനങ്ങളെ മാത്രമാണ് ഇവിടെ പറഞ്ഞ് പോകുന്നത്. ഓരോരുത്തർ അവരവരുടെ ഉപാസനയിൽ, സാധനയിൽ പല അർത്ഥങ്ങളും കിട്ടും. അപ്പോൾ വീണ്ടും കാണാം. ശാന്തി ശാന്തി ശാന്തി. അമ്മയെ ശരണം. പത്മ.